هذه دنيا وآخرة يا حبيبي يا حبيبي يا حبيبي يا رب. سلم على كل الشهداء أهل غزة كلهم مسلمين وكبير. سلم على القادة وعلى الشيخ على كل شهداء غزة والمسلمين. حبيبي الله يرضى عليك، الله يرضى عليك ويحنن عليك ويسهل عليك يا رب يا حبيبي يا حبيبي يا راس قلبي. حبيبي في الدنيا وحبيبي في الآخرة وانت سندي في الدنيا وفي الآخرة. പ്രിയനെ, ഈ ജീവിതത്തിലും അടുത്ത ജീവിതത്തിലും എനിക്ക് കൂട്ടായവനെ. പ്രിയനെ, ഗസയിലെ എല്ലാ ധീര രക്തസാക്ഷികളോടും എൻ്റെ സലാം പറയുക. കുട്ടികളോടും വയോധികരോടുമെല്ലാം പറയുക. നേതാക്കളോടും ഷെയ്ഖ് അഹമ്മദ് യാസീനോടും എൻ്റെ ആശംസകൾ അറിയിക്കുക. പ്രിയനെ, താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കരുണ താങ്കളോടുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അമാൽ ഹനിയ നൽകിയ യാത്രാമൊഴിയാണിത്. കണ്ടു നിൽക്കുന്നവൻ്റെ കണ്ണും ഹൃദയവും നിറക്കുന്ന യാത്രാമൊഴി. ഗസയുടെ മണ്ണിൽ വീരമൃത്യു വരിക്കുന്ന ഒരു പോരാളിക്ക് ഭർത്താവിന് ഒരു ഭാര്യയ്ക്ക് നൽകാവുന്ന ഹൃദയം നിറഞ്ഞ യാത്രാമൊഴി. വൻ ജനാബലിയുടെ സാന്നിധ്യത്തിൽ ഖത്തറിലെ ലുസൈലിൽ അദ്ദേഹത്തിന്റെ കബറടക്കത്തിന് മുൻപായിരുന്നു അമാൽ പ്രിയതമനോട് വിട ചൊല്ലിയത്. സയനിസ്റ്റുകളുടെ ഗൂഢാലോചനയിൽ ഇറാനിൽ കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയയ്ക്ക് ഖത്തറിലെ ലുസൈലിലാണ് അന്ത്യവിശ്രമം ഒരുക്കിയത്. ഖത്തറിലെ ഏറ്റവും വലിയ പള്ളിയായ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ ആയിരങ്ങളാണ് ഫലസ്തീൻ വിമോചന പോരാളിയെ അന്ത്യയാത്രയാക്കാൻ എത്തിയത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, പിതാവ് അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി, പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി, മറ്റു മന്ത്രിമാർ, തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ, മലേഷ്യൻ ആഭ്യന്തര സഹമന്ത്രി ഷംസുൽ അൻവാർ, ഹമാസ് മുൻ തലവൻ ഖാലിദ് മിഷ്അൽ തുടങ്ങിയവർ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. ബുധനാഴ്ച പുലർച്ചെ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹനിയയുടെ മൃതദേഹം ഇന്നലെ വൈകിട്ടോടെയാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിലെത്തിച്ചത്. ഇറാനിൽ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അദ്ദേഹം. 2 മാസം മുൻപൊരുക്കിയ ചതിയാണ് അദ്ദേഹത്തിന്റെ ജീവനെടുത്തത്. അദ്ദേഹത്തെ വധിക്കാനുള്ള റിമോട്ട് കൺട്രോൾ ബോംബ് മാസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.